ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നിട്ടുണ്ട് ബിജു ചേട്ടാ. സംഭവം എന്ന് പറഞ്ഞാൽ സി പി സി ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഇന്ത്യയിലെത്തി ചർച്ച നടത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തിയാണ് ഇവർ ചർച്ച നടത്തിയത്. ഒരു ഭാഗത്ത് വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വേറൊരു ഭാഗത്ത് ഇതൊരു നല്ല തുടക്കമാണ്, വലിയൊരു സർജിക്കൽ സ്ട്രൈക്കാണ്. അവർ ചർച്ച നടത്തിയ കാര്യങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പല ബന്ധങ്ങളെയും ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. എന്താണ് ചർച്ച ചെയ്തത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും ഒരു മാധ്യമങ്ങളിലും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ സിറ്റുവേഷനാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ചൈന ഇന്ന് ട്രംപിന്റെ താരിഫിനെതിരെ ശക്തമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപ് ഇന്ത്യക്ക് താരിഫ് അടിക്കുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ BJP ആസ്ഥാനത്ത് വന്ന് ചർച്ച നടത്തുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നരേന്ദ്രമോദി ചൈനയിലേക്ക് പോയപ്പോൾ നമുക്കറിയാലോ, ചൈനയിലേക്ക് പോയ ആ സമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിന്റെ വണ്ടിക്കകത്ത് കയറ്റി നരേന്ദ്രമോദിയുടെ ജീവൻ രക്ഷിച്ചു എന്ന കോൺസ്പിറസി തിയറിയൊക്കെ വന്ന ആ സമയത്ത് നരേന്ദ്രമോദി കണ്ടത് ഷീ ജിൻപിങ്ങിനെ മാത്രമല്ല കണ്ടത്, അവിടെ ആർക്കും കാണാൻ പറ്റാത്ത, അതായത് ഒരു ലോക നേതാവിന് വളരെയധികം അപൂർവമായി മാത്രം കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തി നരേന്ദ്രമോദിയെ വിളിച്ചു കണ്ടു. ആ വ്യക്തി നരേന്ദ്രമോദിയെ വിളിച്ച് കണ്ടു എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരു അത്താഴ വിരുന്നും ഒരുക്കി. ആ അത്താഴ വിരുന്നിൽ പക്ഷെ നരേന്ദ്രമോദി പങ്കെടുത്തില്ല. ആ വ്യക്തിയുടെ പേരാണ് കായ് കി. അന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതിലാണ്, ബിജുചേട്ടനാണത് ചർച്ച ചെയ്തത്. കായ് കി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനാണ്. ഈ കായ് കി പറയുന്നത് പോലെയാണ് അവിടെ ഷീ ജിൻപിങ് പോലും കേൾക്കുന്നത്. ആ മനുഷ്യനെയാണ്, അതായത് തലയെ എടുക്കുന്നവനെയാണ് പോയി നരേന്ദ്രമോദി കണ്ടത് എന്നാണ് അന്ന് നമ്മൾ ചർച്ചയിൽ നമ്മുടെ സംക്ഷിപ്ത രൂപമായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ പ്രതിപക്ഷത്തിന് ആശ്വസിക്കാൻ വകയുണ്ട്. പ്രതിപക്ഷം പറയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വന്ന് ചർച്ച ചെയ്തു, അതൊക്കെ ഓക്കെയാണ്, ഞങ്ങളത് സമ്മതിച്ചു. പക്ഷെ അവർക്കും എന്തെങ്കിലും പറയാൻ വേണ്ടേ? അവരിങ്ങനെ അടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു മോശപ്പെട്ട ഒരു കാര്യം തിരഞ്ഞെടുത്ത് അത് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച് ഈ ചർച്ചയൊക്കെ വെറും പാളിപ്പോയി എന്നൊക്കെ പറയണമല്ലോ. അതാണല്ലോ പ്രതിപക്ഷത്തിന്റെ പണി എന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ കൂടെ നിന്ന് കൈ കൊടുക്കുക എന്നുള്ളതല്ല രാജ്യത്തിന് വേണ്ടി. ഇപ്പൊ അവര് പറയുന്നത് ഈ ചൈന കശ്മീരിലെ സക്സ്ഗാം വാലി അത് ചൈന ക്ലെയിം ചെയ്തിട്ടുണ്ട്, ഇത് ഞങ്ങളുടേതാണ് എന്ന് ചൈന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് രൺധീർ ജയ്സ്വാൾ വന്നിട്ട് അതിന് ഗംഭീരമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെയൊന്നുമല്ല, ഇത് ഞങ്ങളുടെ തന്നെയാണ് ഈ വാലി, ഇത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ലഡാക്കിന്റെ LGയും ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ഒരു കൂട്ടം ആൾക്കാർ വന്ന് കൃത്യമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇതല്ലാതെ വേറൊരു ബോണസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. ഹേർട്ട് ബേൺ ഫോർ ലിബറൽസ് എന്ന് പറഞ്ഞൊരു ട്വിറ്ററിൽ എക്സിൽ ഒരു നമ്മുടെ യുക്രൈനിയൻ അംബാസഡർ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ യുക്രൈനിയൻ അംബാസഡർ ഒലക്സാണ്ടർ പൊളിഷ്ചുക്ക് അദ്ദേഹം പറയുന്ന ഒരു കാര്യം നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്കൽ ജേണിയെ കുറിച്ചാണ്. ഇതുമായിട്ട് ബന്ധമില്ല എങ്കിലും ഞാനൊരു ബോണസ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ആ പൊളിറ്റിക്കൽ ജേണിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു റീജിയണൽ ലീഡർ അല്ല, അദ്ദേഹം ഒരു നാഷണൽ ഫിഗറുമല്ല, അദ്ദേഹം ഒരു ഗ്ലോബൽ റോളാണ് നരേന്ദ്രമോദി ഇപ്പം ലോകത്തിന് വേണ്ടി വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ഓറ നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നത് മാത്രമല്ല യുക്രൈനിൽ കൂടെ അദ്ദേഹത്തിന്റെ ഓറ അദ്ദേഹം കെട്ടിപ്പടുത്തിട്ടുണ്ട്. അദ്ദേഹം യുക്രൈനിൽ പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു നേതാവ് കൂടെയാണ്. ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഗ്ലോബൽ റോള് നമുക്ക് ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഇടപെടൽ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നു, ഇദ്ദേഹം ഈ കാര്യം പറയുന്നു. അപ്പൊ പ്രതിപക്ഷത്തിന് സ്വാഭാവികമായിട്ടും ഒരു ഒരു എരിച്ചിലുണ്ടാകും, അത് നമുക്ക് കുറ്റപ്പെടുത്താനും സാധിക്കില്ല. എന്തായാലും നമുക്ക് ഇതിലോട്ട് കിടക്കാം. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വന്ന് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത്? എനിക്ക് ആദ്യം തന്നെ ഞാൻ പറയുന്നു, ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വന്നതും RSSന്റെയും BJP നേതാക്കളെ കണ്ടതിനകത്ത് ഒരു അത്ഭുതവുമില്ല. അതൊരു പുതുമയുള്ള കാര്യമേ അല്ല. 2020 മുമ്പും അവർ വന്നിട്ടുണ്ട്. കാരണം RSSന്റെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് 3 വർഷം കൂടുമ്പോൾ അവരവരുടെ എതിരാളികൾ എന്ന് തോന്നിപ്പിക്കുന്ന, ഇല്ലെങ്കിൽ അവർക്ക് അങ്ങനെ എതിരാളികൾ എന്ന് അവർ പറയാറില്ല, ആരെയും തോന്നിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ നമ്മുടെ കേരളത്തിൽ വെച്ചും അതിന്റെ നേതാക്കന്മാരെ അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതായത് തങ്ങളുടെ സംഘടനയുടെ ആശയങ്ങൾ അങ്ങോട്ടേക്ക് പങ്കുവെക്കുകയും അവരുടെ ആശയങ്ങളും, ഇല്ലെങ്കിൽ നമ്മുടെ സംഘടനയെ കുറിച്ച് നിങ്ങൾക്കുള്ള എന്താണ് പറയാനുള്ളത്, നിങ്ങൾക്ക് ആശങ്കയുണ്ടോ,
ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പറയുകയും കേൾക്കുകയും ചെയ്തു. ഇത് സഭാ നേതൃത്വവുമായിട്ടൊക്കെ കേരളത്തിൽ പോലും അത് ചെയ്യുന്നതാണ്. അത് ഓൾ ഇന്ത്യ ലെവലിൽ നിന്നല്ല, ഇന്റർനാഷണൽ തലത്തിലാണ് അവരിത് ചെയ്യുന്നത്. മിക്കവാറും ഒക്കെ ഈ ചർച്ചകൾ കൂടുതൽ നടക്കുന്ന ഈ ഇസ്രായേലിന്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടോ ഇല്ല അങ്ങനെ ആയിരിക്കും സംഘത്തിന്റെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്നിരിക്കുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനു മുമ്പും വന്നിട്ടുണ്ട്, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിനും വളരെ മുമ്പ് നമ്മുടെ ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ പോയി ചർച്ച നടത്തിയിട്ടുണ്ട് ഇവരുമായിട്ട്. ഇവിടെ വരുമ്പോൾ പോയി കണ്ട് ചർച്ച നടത്തിയിട്ട് അത് പിന്നെ എന്തിനാണെന്നുള്ള എല്ലാവർക്കും അറിയാം. തുട്ടാണ്, തുട്ടിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർ കുറെ ഫണ്ട് കൊടുക്കും കമ്മ്യൂണിസം രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ കുറെ മാധ്യമങ്ങളാണ്, മാധ്യമത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നാഷണൽ ലെവലിലുള്ള മാധ്യമങ്ങളാണ്. അവർ പോവും, അവർക്ക് കുറെ ഫണ്ട് കൊടുക്കും. അപ്പൊ ചൈനയുടെ ബർത്ത്ഡേ വരുമ്പോൾ, അത് മറ്റേ എന്താണ് അവരുടെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇല്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക ദിനമൊക്കെ വരുമ്പോൾ ഫുൾ പേജ് പരസ്യം അവർ കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ BJP RSS പോയി കാണാൻ തുട്ട് മേടിക്കാനല്ല, അത് അവരുടെ ഒരു സംഘടനാതലമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാനമാണ്. ഈ നരേന്ദ്രമോദി ചൈനയിൽ പോയ സമയത്ത് കാങ്ചിയുമായി ഒരു ചർച്ച നടത്തി. ലോക മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ കാങ്ചിയുമായി ഒരു ചർച്ച നടത്തി. ലോക മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആ ചർച്ചയ്ക്ക് കൊടുക്കാനുള്ള കാരണമുണ്ട്. ഷീ ജിൻപിങ് അല്ല, ധനുഷ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഹീറോ ഇല്ലെങ്കിൽ ലീഡർ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം സാധാരണ രാഷ്ട്രീയ നേതാക്കളുമായൊന്നും കൂടിക്കാഴ്ചയ്ക്കോ ചർച്ചയ്ക്കോ ഒന്നും നിൽക്കുന്ന ആളല്ല. പക്ഷെ അദ്ദേഹവുമായിട്ട് നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. അന്ന് മറ്റൊരു മീറ്റിംഗ്, പുട്ടിനുമായിട്ട് എന്തോ ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് ആ ഡിന്നർ അദ്ദേഹത്തിന് നരേന്ദ്രമോദിക്ക് റദ്ദ് ചെയ്യേണ്ടി വന്നത്. അതിനുശേഷം ഈ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലൊന്ന് ഈ നമ്മളുടെ ഈ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കുന്നതിന്റെ ആവശ്യകത പറഞ്ഞിരുന്നു. സാംസ്കാരികപരമായി രാഷ്ട്രീയപരമായി അടുക്കുന്നതിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇതിനെ കാണാമെങ്കിലും, അതായത് ഈ കൂടിക്കാഴ്ച പ്രത്യക്ഷമായി നമുക്ക് അങ്ങനെയൊക്കെ തന്നെ കാണാം. ഇതിനു മുമ്പ് അവർ വന്നിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ RSSന്റെയും BJPയുടെ ഒക്കെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് അവർ ഈ പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ഇങ്ങനെ ആശയവിനിമയം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള സംവാദങ്ങളിൽ അവർ സംവാദം എന്നായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ആ വാക്ക്. അങ്ങനെ ഏർപ്പെടാറുള്ളതാണ്. അവരുടെ സിസ്റ്റം അങ്ങനെയാണ് പാർട്ടിയുടെ. പക്ഷെ ഇപ്പോൾ വന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ചൈനയ്ക്കെതിരെ അമേരിക്ക വലിയ രീതിയിൽ തന്നെ ഒരു നെറ്റ്വർക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ചൈന എവിടൊക്കെയാണോ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ചൈനയ്ക്ക് വലിയ വെല്ലുവിളികൾ തന്നെ അമേരിക്ക സൃഷ്ടിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന കാഴ്ച വെനുസലയാണ്. വെനുസലയിലെ 80% ഈ 77% എണ്ണ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ചൈനയാണ്. ചൈനയുടെ നിയന്ത്രണത്തിലായിരുന്നു ഏറെക്കുറെ വെനുസലയുടെ എണ്ണ വ്യാപാരം എന്ന് പറയേണ്ടി വരും. അതിനെയൊക്കെ തടയിട്ടുകൊണ്ടാണ് ട്രംപിന്റെ ഒരു വലിയ നീക്കം നടത്തിയിരിക്കുന്നത്. അത് ചൈനയുടെ കടന്നുകയറ്റം തടയാനാണ് എന്ന് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറയുകയും ചെയ്തു, രഹസ്യമായിട്ടുള്ള കാര്യമല്ല. രണ്ടാമത്തേത് ഗ്രീൻലാൻഡിനെ അദ്ദേഹം ലക്ഷ്യം വെച്ചു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു റഷ്യയുടെയും ചൈനയുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരാണ് ഈ മേഖലയിൽ കടന്നു കയറാൻ ശ്രമിക്കുന്നത്, ഇവർക്കെതിരെയാണെന്ന് പറയുന്നു. ഇറാനിലേക്ക് അദ്ദേഹം വരുമ്പോഴും ഇതേ ഡയലോഗ് തന്നെയാണ് പറയുന്നത്. ചൈന, നമുക്കറിയാം ഇതൊന്നും അദ്ദേഹം ട്രംപ് വെറുതെ പറയുന്നതല്ല ചൈന എന്നുള്ളത്. കാരണം ചൈനയൊക്കെ ഇവിടെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലും പശ്ചിമേഷ്യയിലും അടക്കം ചൈനയുടെ കടന്നുകയറ്റം വളരെ വ്യാപകമാണ്. അപ്പം അത് അദ്ദേഹം പറയുന്നതിൽ ആ ഒരു കാര്യത്തിൽ ഫാക്റ്റ് ഉണ്ട്. ഇപ്പൊ നേരെ മറിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഫാക്റ്റ് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ അങ്ങനെ ഒരു അധിനിവേശം ഒന്നും നടത്താറില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ ചൈനയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു നിർണായക ഘടകം തന്നെയാണ്. ഇന്നലെ ഇവിടെ എത്തിയ US പുതിയ പ്രസിഡന്റ് അദ്ദേഹം ഒരു ലോബിങ്ങും കൂടെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചതെന്നാണ് കേൾക്കുന്നത്. ഈ ലോബിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും വലിയ പൈസ മുടക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം വന്നിട്ട് ഇന്ത്യ ഇല്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല, ഇന്ത്യ ഞങ്ങളുടെ അടുത്ത കക്ഷിയാണ് എന്ന് പറഞ്ഞ് ഇന്ത്യയെ വാതോരാതെ പൂഴ്ത്തിയതിന്റെ പിന്നിലും മറ്റൊന്നല്ല. കാരണം ഈ ദക്ഷിണേഷ്യ പിടിക്കണമെങ്കിലോ ഇല്ലെങ്കിൽ മധ്യേഷ്യ കിടന്ന് കളിക്കണമെങ്കിലോ ഇന്ത്യ ഇല്ലാതെ ഒരു രാജ്യത്തിനും മുൻപോട്ട് പോകാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് ചൈന മുൻപോട്ട് വന്നിരിക്കുന്നത്. ചൈന ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ അതിർത്തി വിഷയം, ആ അതിർത്തി വിഷയം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു പ്രഷറിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു പ്രഷർ അല്ലെങ്കിൽ സംഘർഷം കണക്ക് വരുത്തി തീർക്കുക എന്നുള്ള ഒരു നയത്തിന്റെ ഭാഗമായിരിക്കാം. ഒരുപക്ഷെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാനാകാം ഞങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലല്ല എന്ന്. രണ്ടാമത് ഇങ്ങനെ ഒരു പ്രഷർ ഇട്ടുകൊണ്ട് നമ്മളുമായി കൂടുതൽ വാണിജ്യപരമായിട്ടോ ഇല്ല മറ്റു ചർച്ചകൾക്കോ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ മാത്രമായിരിക്കാം. ഒരു സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ മുമ്പോട്ട് പോകും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ സംഘടനാ നേതാക്കൾ തമ്മിൽ ചർച്ച നടത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കാരണം അതിൽ RSSന്റെ നേതാക്കളും പങ്കെടുത്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ BJP ആണ് ഭരിക്കുന്നതെങ്കിൽ പോലും അതിന്റെ ഒരു കടിഞ്ഞാൻ കയ്യിലെന്തിയിരിക്കുന്നത് RSS തന്നെയാണ്. ചൈനയിലെ ഷീ ജിൻപിങ് ആണ് ഭരിക്കുന്നതെങ്കിൽ പോലും അതിന്റെ ഒരു കടിഞ്ഞാൻ സീറ്റ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയാണ്. അപ്പൊ അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ, ആ പ്രത്യയശാസ്ത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് കമ്മ്യൂണിസവും ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന ഹിന്ദുത്വവും ഒക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവരുടെ എക്കണോമിക് പോളിസി ആയാലും
ഇല്ലെങ്കിൽ അവരുടെ ഈ കാലാവസ്ഥ പോളിസി ആയാലും അല്ലെങ്കിൽ സാമൂഹ്യ നിരീക്ഷണങ്ങളായാലും ഏറെക്കുറെയൊക്കെ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും ഒന്നുപോലെ തന്നെയായിരിക്കും. അവിടെ ഈ അധിനിവേശങ്ങളെ ചെറുക്കുക എന്നുള്ളത് എല്ലാ സംഘടനകളുടെയും ഒരു പോളിസി തന്നെയാണ്. ആ അധിനിവേശത്തെ ചെറുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചകൾ ഒരുപക്ഷെ നടന്നേക്കാം. കാരണം ഇപ്പോൾ പുതിയ രീതിയിലുള്ള ഒരു അധിനിവേശം ഇപ്പോൾ ട്രംപ് തുടങ്ങി വെച്ചിരിക്കുന്നു. വെനസ്വേലയിൽ നിന്ന് അത് ഇറാനിലേക്ക് എത്തുന്നു, ക്യൂബയിലേക്ക് എത്താൻ പോകുന്നു. അങ്ങനെ എല്ലായിടത്തേക്കും പോകുമ്പോൾ അതിനെ തടയിടേണ്ട ഒരു ബാധ്യത സ്വാഭാവികമായി തന്നെ ഏഷ്യൻ രാജ്യങ്ങൾക്കുണ്ട്. അതിനകത്തൊരു നിർണായക ഘടകമായ ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ അതിൽ നടന്നിരിക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമാണല്ലോ, രണ്ട് പ്രസ്ഥാനക്കാരിൽ നിന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പോളിസികൾ ചർച്ച ചെയ്യപ്പെടുമല്ലോ. അതിനിപ്പോൾ നമുക്ക് ചുഴിഞ്ഞ് അന്വേഷിക്കേണ്ടതായിട്ടോ ഇല്ലെങ്കിൽ അവിടുത്തെ ഡീറ്റെയിൽസ് കിട്ടേണ്ട ആവശ്യം ഇല്ല. അതൊരു നിർണായക ഘടകം തന്നെ ആയിരിക്കാം. അതിനകത്ത് തന്നെ മറ്റൊരു ചർച്ച ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യത ഈ താരിഫിന്റെയും മറ്റും രീതിയിൽ രാജ്യങ്ങളെ ഇല്ലാതാക്കുന്ന ഇല്ല പരിധി മുറുക്കുന്നതിന് എതിരെ എങ്ങനെ മുമ്പോട്ട് പോകാമെന്നുള്ള ചർച്ചയും നടന്നു കാണാനുള്ള സാധ്യതകൾ എല്ലാം തന്നെയുണ്ട്. ഒരുപക്ഷെ യുദ്ധം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ചർച്ചകളും നടന്നു. കാരണം യുദ്ധത്തിന്റെ ചർച്ച ചെയ്യാനായിട്ട് പാർട്ടിക്കാർക്ക് അറിയില്ലല്ലോ. ആ യുദ്ധത്തിന്റെ ചർച്ച നടത്തേണ്ടത് ഡിഫൻസ് മിനിസ്റ്ററോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരായിരിക്കും. എന്തായാലും അത് നടന്നു കാണില്ല. പകരം ഇത്തരത്തിലുള്ള അധിനിവേശങ്ങൾ ചെറുക്കുന്നതിനുള്ള ഒരു വലിയ ചർച്ച നടന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ചൈനയുടെ ഒരു രീതി അനുസരിച്ച് ഒരുപക്ഷെ RSSന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനെക്കുറിച്ച് വരികയില്ല. BJPയുടെ ഭാഗത്തുനിന്ന് ജസ്റ്റ് ചിലപ്പോൾ ഒരു എക്സിൽ കാണാൻ പോസ്റ്റ് കാണും. പക്ഷെ കുറച്ച് ദിവസത്തിന് ശേഷം ഗ്ലോബൽ ടൈംസിലോ ഇല്ലെങ്കിൽ ചൈനയുടെ ആരുടെയെങ്കിലും ഒക്കെ എക്സിൽ എന്തെങ്കിലുമൊക്കെ അവർ 2 വരിയെ കുറിക്കത്തുള്ളൂ. കണ്ടിട്ടുണ്ടോ? ചൈനയുടെ ഒക്കെ പോസ്റ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2 വരിയായിരിക്കും. പക്ഷെ ആ വരിയുടെ അർത്ഥങ്ങൾ അന്വേഷിച്ചാണ് പിന്നെ നമ്മൾ നടക്കേണ്ടത്. അത് പലർക്കും പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. ചിലപ്പോൾ അവർ ചിത്രങ്ങളായിരിക്കും ഇടുന്നത്. ചിലപ്പോൾ ആനയും വ്യാളിയും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ചിത്രമായിരിക്കാം, ഇല്ലെങ്കിൽ അവർ ഡാൻസ് ചെയ്യുന്ന ചിത്രമായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില സിമ്പിൾസ് ഇട്ടുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു രീതിയാണ് ചൈനയ്ക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളെ അറിയാൻ കഴിയും. പക്ഷെ ഇപ്പോഴത്തെ ഒരു ക്രൂഷ്യൽ കണ്ടീഷൻ ഉണ്ട്. കാരണം ലോകം മുഴുവൻ ഒരു യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം, പ്രത്യേകിച്ച് ഇന്ത്യ ഒരു യുദ്ധമുഖത്തിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു എന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യം. ഇവിടെയാണ് നമ്മളുമായിട്ട് ഈ വലിയ ശത്രുതയിൽ ഉള്ളത് തന്നെ ആയ രാജ്യമായ ചൈന നമ്മളുമായിട്ടൊരു ഒരു സ്നേഹബന്ധത്തിന്റെ പുറത്ത് വരുന്നു. അവിടെ ഒരു കീറാമുട്ടി പോലെ ഇല്ലെങ്കിൽ ഒരു കല്ലുകടി പോലെ നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ അതിർത്തി പ്രശ്നം. അതിനെ ഞാനൊരു സീരിയസ് ആയിട്ട് കാണുന്നില്ല. കാരണം അതിപ്പോൾ പിടിച്ചെടുക്കാനോ യുദ്ധം ചെയ്യാനോ ഒന്നും പോകുന്നില്ല. അതിനെക്കുറിച്ച് അതൊരു പ്രഷർ പോയിന്റ് മാത്രമാണ്. ആ പ്രഷർ പോയിന്റ് വ്യാപാരത്തിനുള്ള പ്രഷർ പോയിന്റ് ആണോ, അതോ ഇനി മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുമ്പിൽ കണ്ണിൽ പൊടിയിടുന്നതിന് ഞങ്ങളും ഇവരും തമ്മിൽ അത്ര സുഖകരമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനി നാളുകൾക്ക് ശേഷം അറിയാൻ പറ്റും. നാളെ ഒന്നും അറിയാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്തെങ്കിലും ഒരിക്കലും നമുക്കത് അറിയാൻ കഴിയുമായിരിക്കും.